matchless name of our Lord and Savior Jesus Christ. It's wonderful to be here in the presence of all the great saints of God. And we have been experiencing the leading of the Holy Spirit this morning as we prayed, as we sang, as we worshiped, and as we listened to God's word. So this morning, in continuation to that, അതിൻ്റെ തുടർച്ചയായി ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം. ലെറ്റ്സ് ബി വിത്ത് എ ഫിൽഡ് ഹാർട്ട്, എക്സ്പെക്റ്റിംഗ് ഗോഡ് ടു സ്പീക്ക് ടു അസ്. നമ്മോട് കർത്താവ് ഇന്ന് സംസാരിക്കുവാൻ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഫസ്റ്റ് സാമുവേൽ, I want you to turn to the first book of Samuel, chapter 3, verse 19. So Samuel grew, and the Lord was with him, and let none of his words fall to the ground. Thank you. We know about Samuel very well. The meaning of the name Samuel is asked of God. ദൈവത്തോട് ചോദിക്കപ്പെട്ടവൻ. So we know he was an answer to prayer. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു. ദൈവത്തെ നമ്മോട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഈസ് പ്രയർ. ഇറ്റ് ബ്രിങ്സ് ഗോഡ് ക്ലോസ് ടു us മോർട്ടൽസ്. മനുഷ്യരായ നമ്മുടെ അടുക്കലേക്ക് പരിശുദ്ധനായ ദൈവത്തെ അടുത്തു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അപ്പോൾ സാമുവൽ വാസ് ബോൺ ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് മദേഴ്സ് പ്രയർ. നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സോ ഐ ഡോണ്ട് വാണ്ട് ടു എലാബറേറ്റ് ഓൺ ദാറ്റ്. ഷീ ആസ്ക്ഡ് ഗോഡ് ആൻഡ് ഗോഡ് ഗേവ് ഹർ സാമുവൽ. ഇന്ന് in the beginning, I would like to tell you, are you willing to ask God in faith for things that are bothering you this morning? നമ്മെ അസഹ്യപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിനോട് ചോദിക്കുമെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. In the book of Acts, chapter 6, verse 4, the apostles decided we are going to continue in prayer and meditation of the word. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. And as a result, I believe a man named Stephen was brought out by the Holy Spirit. അങ്ങനെ പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആദ്യത്തെ മാർട്ടിയറായ, ആദ്യത്തെ രക്തസാക്ഷിയായ ഒരു സ്തേഫാനോസ് എഴുന്നേറ്റ് വരുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരു റുട്ടീനായി തീരാനല്ല. God wants to work abundantly in us and through us. നമ്മിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ദൈവത്തിൻ്റെ വലിയ കാര്യം വെളിപ്പെടുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ, നമ്മെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനെന്ത് ചെയ്യണം? ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമെങ്കിൽ, വചനധ്യാനത്തിൽ ഉറ്റിരിക്കുമെങ്കിൽ ചില സ്തേഫാനോസുമാരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് in verse 19 we read, thus Samuel grew and the Lord was with him and let none of his words fail. God did not allow any of his words to fail.
Let me remind you, church, we are also called to serve God. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ഓർപ്പിക്കാം, നമ്മെ ദൈവം വിളിച്ചത് കർത്താവിന് സേവ ചെയ്യാനാണ്. ഹല്ലേലൂയ. You know, in 1 Peter chapter 2 verse 9 says, called to serve. വിളിച്ചത് എന്തിനാ? സേവിക്കാനാ. Paul once said, amidst problems, amidst the tempest, വലിയ പോരാട്ടത്തിൻ്റെ നടുവിൽ, ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ പോൾ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവം തൻ്റെ ദൂതനെ കഴിഞ്ഞ രാത്രിയിൽ വേദനയുടെ സമയത്ത്, നഷ്ടങ്ങളുടെ സമയത്ത്, പ്രതികൂലങ്ങളുടെ സമയത്ത്, ആശയ്ക്ക് വകയില്ലാതിരുന്നപ്പോൾ എൻ്റെ അടുക്കലേക്ക് അയച്ച് എന്നോട് സംസാരിച്ചു. ഇന്ന് പകൽ ആ ബന്ധം പറയുവാൻ, can you say that relationship with God, whose I am and whom I serve? ഞാൻ ആരുടേതാണ് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. I don't know, in the New Testament, which is written in Greek, redemption, 3 words are given: agrasso, coragrasso and luton. ആ 3 വാക്കുകളുടെയും അർത്ഥം ഇത്രയേ ഉള്ളൂ. God bought us out of the slave market. And when we came out, he said, you are mine now, but I'm not going to make you my slave. I'm sending you free. I am setting you free. അപ്പം അതാണ് റിഡംഷനിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. പാപത്തിൻ്റെ അടിമകളായിരുന്നു, പിശാചിൻ്റെ അടിമകളായിരുന്നു, ലോക സ്നേഹങ്ങളുടെ അടിമകളായിരുന്നു. അവിടുന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി തൻ്റേതാക്കി തീർത്തു. പക്ഷേ തൻ്റെ അടിമയാക്കിയല്ല, നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വലിയ അനുഭവം ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാനിടയാകട്ടെ. But you know what this slave did, or what this slave who was bought did? He turned around, fell at the feet of the new master and said, even though you have set me free, I am going to be your willing slave. അങ്ങടെ താല്പര്യമുള്ളൊരു പൂർണ്ണ അടിമയാകുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് ആ തീരുമാനമുണ്ട്? നമ്മെ സ്നേഹിച്ച കർത്താവ്, ഇന്ന് നമ്മൾ ഒത്തിരി പാടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് നമ്മൾ പാടി. എത്ര പേർക്ക് പറയുവാൻ കഴിയും, അതെ, ആ സ്നേഹം എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ വീണ്ടെടുത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, എല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ he bought me because of his everlasting love which he revealed upon the cross of Calvary. ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ നിത്യ സ്നേഹത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ മകനും മകളുമാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ കർത്താവേ, സ്നേഹത്തോടെ അങ്ങയുടെ അടിമയായി, അങ്ങയുടെ ആമേൻ സ്തോത്രം, ആമേൻ മകനായി മകളായി, അപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആസ് വി സെർവ് God, God gives us his counsel. ദൈവം തൻ്റെ വചനം, തൻ്റെ അരുളപ്പാട് നമുക്ക് നൽകും. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരോട് പറയാനാണ്. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ദൈവത്തിൻ്റെ ഹിതം അവരെക്കുറിച്ചുള്ളത് അവരോട് പറയണം. താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് കഴിച്ചു പോകട്ടെ എൻ്റെ പാസ്റ്ററെ, അങ്ങനെ കഴിച്ചു പോകാനല്ല. The coming of the Lord is so imminent. We have a very short time before us. This is the time that we have to work for the Lord. This is the time that we have to speak for the Lord. This is the time we lift up his name and bring glory to his name. എത്ര പേർക്ക് തീരുമാനമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനത്തോടെ ആയിരിക്കുമെങ്കിൽ the words that we say, God says, I will not fail you. ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. Whatever you say in my name, led by the Holy Spirit, it will come to pass.
നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മ നിയോഗത്താൽ എൻ്റെ നാമത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ നിവർത്തിപ്പാൻ എൻ്റെ ആത്മാവ് നിങ്ങളോട് കൂടെയുണ്ട്. ഐ വിൽ ബി വിത്ത് യു. ആർ യു വില്ലിംഗ് ടു സ്പീക്ക് വാട്ട് ഹി ഹാസ് ഗിവൻ യു? പ്രൈസ് ദ ലോർഡ്. താല്പര്യമുണ്ടോ? കുറച്ച് നാളുകൂടെ കർത്താവേ ഉള്ളൂ, എന്നാലും ആ നാള് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടെന്നല്ല, നമ്മുടെ അത്യാവശ്യങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല, അതൊക്കെ ചെയ്തോ. പക്ഷേ അതിൻ്റെ നടുവിൽ കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എനിക്കൊരു കൃപ തന്നെ. അതിനൊരു നല്ല ഒരു എക്സാമ്പിളാണ് സാമുവൽ. Now let's look very quickly. I don't have much time. Let me tell you, why did God not allow his words to fail? എന്തുകൊണ്ടാണ് തൻ്റെ വചനങ്ങൾ നിഷ്ഫലമായി പോകാതെ ദൈവം സഹായിച്ചത്? ഒന്ന്, let's turn to chapter 1 verse 28. Therefore I also have lent him to the Lord. As long as he lives, he shall be lent to the Lord. So they worship the Lord there. Samuel was a little boy who was dedicated to the Lord. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരുന്നു സാമുവൽ. അവൻ്റെ അമ്മ അവനെ സമർപ്പിച്ചു. പക്ഷേ അവൻ അറിവ് വന്ന ശേഷം ആ സമർപ്പണത്തിൽ നിൽക്കുവാൻ അവൻ ദൈവഹിതത്തിന് സമർപ്പിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ we know about Enoch. The meaning of that name is one who is dedicated to the Lord. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനെന്നാണ് ഹാനോക്ക് എന്ന പേരിൻ്റെ അർത്ഥം. And what was the characteristic of that man? He walked with God. Not 1 or 2 years, not a few years, but 300 long years he walked with God. Hallelujah. സമർപ്പിക്കപ്പെട്ടാണോ കർത്താവിനോട് കൂടെ നടക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പരാജയങ്ങൾ മാറണമെങ്കിൽ, ജീവിതത്തിൻ്റെ തകർച്ചകൾ മാറണമെങ്കിൽ, ആർ യു വില്ലിംഗ് ടു വാക്ക് വിത്ത് ഹിം ഇൻ എ ട്രൂലി ഡെഡിക്കേറ്റഡ് ഹാർട്ട്? സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ, കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയുവാനിടയാകട്ടെ. അപ്പം ഈ മനുഷ്യൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, he was dedicated to the Lord. നമ്മയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം എല്ലാവരും. I see some eyes slowly closing. All of you are here, right? ഞാൻ ചിലടത്ത് പറയാറുണ്ട്, എൻ്റെ അറിവാ പറയുന്നത്. I don't know whether it truly just like that. ലോകത്തിലെ എല്ലാ ഭാഷകളിൽ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടുമാണ് വായിക്കുന്നത്. എന്നാൽ ചൈനീസ് ഇസ് റെഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മേളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ പറയാറുണ്ട്, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും ചൈനീസ് വായിക്കരുത്. ഓക്കെ, യു ആർ ഓൾ അവേക്ക്. അപ്പം ശമൂവേലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, he was a person dedicated to God. ദൈവം നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ഇനി നമുക്കുള്ളവരല്ല, നാം ദൈവത്തിൻ്റെ വകയാണ്. സന്തോഷമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. കർത്താവ് എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യണം. എപ്പോഴും കർത്താവുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റിലായിരിക്കണം. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വേർഡാണ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഇന്ന് വളരെ കുറവ് അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിക്കുക, എന്നാൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് പോകും. അപ്പം നമുക്ക് ആകപ്പാടെ അസ്വസ്ഥതയാണ്. റേഞ്ചില്ല, എന്തോ ഒരു സ്ഥലമാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കർത്താവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകാറില്ലേ? ഇപ്പം കർത്താവിന് എന്ത് പ്രയാസമായിരിക്കും. അവനെ ഇപ്പം കിട്ടത്തില്ല.
സൺഡേയിലാണെങ്കിൽ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എപ്പോഴും റേഞ്ചിലാണ്. പക്ഷേ മൺഡേ ടു സാറ്റർഡേ ഡു യു ലൂസ് ദ റേഞ്ച് ഫ്രം ഗോഡ്സ് പ്രസൻസ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ റേഞ്ച് നഷ്ടപ്പെടാറുണ്ടോ? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാതെ, ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥനയിൽ ബന്ധപ്പെടുവാൻ കഴിയാതെ, ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സമർപ്പിക്കപ്പെട്ട വ്യക്തിയെ നീ എപ്പോഴും 24/7 ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി, ലെറ്റ്സ് ടേൺ വെരി ക്വിക്ക്ലി ടു ചാപ്റ്റർ 2 വേഴ്സ് 18, the second characteristic of Samuel. But Samuel ministered before the Lord, even as a child wearing a linen ephod. He was not only dedicated, he ministered before the Lord. ദൈവത്തിൻ്റെ മുമ്പാകെ ആ കൊച്ചു കുഞ്ഞ് ശുശ്രൂഷ ചെയ്തു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഐ ടോൾഡ് യു, സെർവിങ് ദ ലോർഡ്. ദൈവത്തെ നാം സേവിക്കുന്നവരായിരിക്കണം. അപ്പോൾ തന്നെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. എന്താ കർത്താവിന് വേണ്ടി നാം ചെയ്യേണ്ട ശുശ്രൂഷ? ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട്, കർത്താവിൻ്റെ സാക്ഷികളായി, കർത്താവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തിലിടയായി തീരട്ടെ. ആ ഒരു അനുഭവം 116 സങ്കീർത്തനം, Psalms 116 verse 9 says, I will walk before the Lord in the land of the living. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കണം. അതാണ് ആ കാര്യത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ God spoke to Abraham and said, walk before me and be thou perfect. In Genesis chapter 17 verse 1. Walk before me and be thou perfect. ഞാൻ പറയും അതിൻ്റെ റൂട്ട് വേർഡിൽ നിന്നുള്ള അർത്ഥം. ഒരിക്കൽ ഞാൻ എവിടെയോ വായിച്ചു. It says, walk wholeheartedly before me. പെർഫെക്റ്റ് എന്നുള്ള ഒരു അർത്ഥമുണ്ട്. രണ്ടാമത് അതിനകത്തുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ മുമ്പാകെ നടക്കണം. ഡോണ്ട് വാസിലേറ്റ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാ. ഹി വാസ് വാസിലേറ്റിംഗ്. അവനിങ്ങനെ ചഞ്ചലിച്ചു കൊണ്ടിരുന്ന ഒരു അനുഭവമാണ്. ദൈവം അവനോട് പറഞ്ഞു, നീ ചഞ്ചലിക്കരുത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകരുത്. പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, എൻ്റെ ശബ്ദം കേൾക്കുവാൻ, എൻ്റെ ആലോചനയ്ക്ക് നിൽക്കുവാൻ, എൻ്റെ ആലോചനയ്ക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം എൻ്റെ മുമ്പാകെ പൂർണ്ണ ഹൃദയത്തോടെ നടക്കുവാൻ ദൈവം അവനോട് കൽപ്പിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സാമുവേലിനെ കുറിച്ച് നമ്മൾ വായിച്ച രണ്ടാമത്തെ കാര്യം, ഹി മിനിസ്റ്റേർഡ് ബിഫോർ ദി ലോർഡ്. മൂന്നാമത്തെ സാമുവേലിൻ്റെ പ്രത്യേകത, in chapter 3 verse 10. Now the Lord came and stood and called as at other times, Samuel, Samuel, and Samuel answered, speak, for your servant hears. We know that very well. God continued to call him. First he did not know who was calling. He thought it was Eli. But finally that priest told him, it must be the Lord speaking to you. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം വെൻ യു ഹിയർ യുവർ നെയിം ബീങ് കോൾഡ്, യു ഷുഡ് സേ, സ്പീക്ക് ലോർഡ്, ഐ എം വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. അങ്ങനെ പറഞ്ഞു കൊടുത്തത് അവൻ ഏറ്റെടുത്തു. ആൻഡ് അറ്റ് അനദർ ടൈം ഗോഡ് കോൾഡ് ഹിം ബൈ ഹിസ് നെയിം, സാമുവൽ, സാമുവൽ. ആൻഡ് ഹി സെഡ്, സ്പീക്ക്, ഫോർ യുവർ സെർവൻറ്റ് ഹിയേഴ്സ്. നീ സംസാരിച്ചാട്ട്, അരുളി ചെയ്താട്ട്, അടിയനിതാ, അടിയൻ നിന്റെ ദാസനാണ്. അപ്പോൾ he was a person, or the third characteristic of Samuel was, he was willing to hear from God, waiting to hear from God. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ,
Do you hear God's voice often? കൂടെ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ? More than the messages that you hear in your mobile phone? Are you willing to hear from God? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ചർച്ചിൽ വന്നതുകൊണ്ടായില്ല. You must have a quiet time with the word of God. ദൈവവചനവുമായി ശാന്തമായിരിക്കുന്ന ഒരു സമയമുണ്ടായിരിക്കണം. Just like this boy told the Lord, speak, I am your servant and I am waiting to hear from you. Are you willing to say that? Are you willing to say that small prayer? Then I assure you in the name of Jesus, God wants to speak to his people. Now we live in a very fast time. Everybody is in a jet set age. We want everything fast. Fast foods, fast answers. We want quick results. But let me tell you, God has a different way of dealing with his people. And that is, God wants you to wait for his time. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ കാലഘട്ടം പോലെ പെട്ടെന്ന് കർത്താവേ ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒന്നും ദൈവം അങ്ങനെ പെട്ടെന്ന് സംസാരിക്കത്തില്ല. ദൈവത്തിന് ആവശ്യം നീ ഏകാഗ്രമായി ശാന്തമായി ദൈവമായിട്ടൊന്ന് ബന്ധപ്പെടുന്ന അനുഭവം ഉണ്ടായിരിക്കണം. കാത്തിരിക്കുന്നൊരനുഭവം, ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരനുഭവം. അത് കാത്തിരുന്നെങ്കിലേ ചിലപ്പോൾ അത് കേൾക്കാനൊക്കത്തുള്ളൂ. Praise the Lord. Many times I hear a lot of complaints from fellow believers. മുമ്പൊക്കെ ദൈവം സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പാസ്റ്ററെ ബൈബിൾ എടുത്ത് തിരിച്ചും മറിച്ചും വായിച്ചാലും ഒന്നും കിട്ടാറില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ചിലരും അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. Why has he stopped speaking to you? എന്തുകൊണ്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് കുറച്ചതെന്നറിയാമോ? Is there some area where God spoke to you and you haven't obeyed? ഏതെങ്കിലും സ്ഥാനത്ത് ദൈവം സംസാരിച്ചത് അനുസരിക്കാതെ നാം അതിന് മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, അവൻ പലപ്പോഴും മൗനമായിരിക്കും. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ചിന്തയാണ് ഈ ജനസിസ് ചാപ്റ്റർ 17 സർക്കംസ്റ്റാൻസ് ലീഡിങ് ടു ദാറ്റ് വേഴ്സ്. ചാപ്റ്റർ 17 വേഴ്സ് 1 ലീഡ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസ് എന്താണെന്നറിയാമോ? അബ്രഹാം ദൈവഹിതത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് അകന്നു മാറി. സ്തോത്രം. 25 വർഷം കാത്തിരിക്കുക. കുറേ വർഷം കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ they decided to put it into practice. അവരതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അവർ തീരുമാനിച്ചു. എന്തുപറ്റി? വാഗ്ദത്ത സന്തതി ജനിക്കേണ്ട സ്ഥാനത്ത് ഒരു ജഡസന്തതി ജനിക്കുവാനിടയായി. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ദൈവഹിതത്തിൽ നിന്ന് തെന്നുമാറിയത് കൊണ്ട് God was silent before Abraham. മറ്റേ കൂടെ സംസാരിക്കുന്ന ദൈവം 13 ദീർഘവർഷമായി ഇപ്പോൾ അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല. ആ പരാജയത്തിൻ്റെ, ആ തകർച്ചയുടെ, അത് മാത്രമല്ല വീട്ടിനകത്തെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, സ്വൈര്യം നഷ്ടപ്പെട്ടു. വീട്ടിനകത്ത് ഇപ്പോൾ പ്രാർത്ഥനയില്ല. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോരിന് വിളിക്കുക. The atmosphere of peace was lost. The atmosphere of oneness was lost. Everything was in a chaotic stage. Maybe when I read that verse, I get the picture. Abraham putting his hand upon his head and said, Lord, enough. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അബ്രഹാം ചിലപ്പോൾ തലയെ കൈവച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു കാണും, മതി കർത്താവേ, ഇനി എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല, ഇതിനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ഐ കോൾ ഇറ്റ് ക്വിറ്റ്സ്. ഞാൻ ചൊല്ലിടുക, ഞാൻ മതിയാക്കുക. ആ ഒരു അനുഭവത്തിലായിരിക്കണം അവൻ ദൈവസന്നിധിയിൽ വന്നത്.
And God said, Abraham, I am El Shaddai. ഞാൻ ഏൽ ഷദായി ആണ്. നീ ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. എൻ്റെ മുമ്പാകെ നീ നടക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, എൻ്റെ ആലോചനയെ മുറുകെ പിടിച്ചുകൊണ്ട്, എൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ മുമ്പാകെ നടക്കുമെങ്കിൽ ഞാൻ സർവശക്തിയുള്ള ദൈവമായി നിനക്ക് വേണ്ടി വെളിപ്പെടും. സന്തോഷമുണ്ടോ? God does not change himself. ദൈവം തന്നെ തന്നെ മാറ്റുന്നില്ല കേട്ടോ. He is El Shaddai always. But it is we who have to change ourselves. നമ്മളാണ് ഒരു മാറ്റം ഉൾക്കൊള്ളേണ്ടത്. എന്തു ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, പ്രശ്നങ്ങളെ നോക്കാതെ, വെല്ലുവിളികളെ നോക്കാതെ, എതിരായി ഉയരുന്ന ശബ്ദങ്ങളെ നോക്കാതെ, രോഗങ്ങളെ നോക്കാതെ ഇന്ന് പകൽ പറയുമോ, I serve a mighty God and I know he can pull me through in this particular situation also. ഇന്നലെ വിടുവിച്ചവൻ, ഇന്നലകളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നവൻ, ഇന്നും എനിക്ക് വേണ്ടി മറുപടി തരുവാൻ മതിയായവനാണ്. I believe that in the name of Jesus. ആ വിശ്വാസത്തോടൊന്ന് സമർപ്പിക്കുമെങ്കിൽ, ആ തീരുമാനത്തിലേക്കൊന്ന് മടങ്ങി വരുമെങ്കിൽ, ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ He will talk to us. If you look back and say, Lord, it was in that area where I could not obey you. ആ മേഖലയിൽ എനിക്ക് അങ്ങേ അനുസരിപ്പാൻ കഴിഞ്ഞില്ല. ഇന്ന വിഷയത്തിൽ അങ്ങയുടെ ഹിതത്തിൻ്റെ മുമ്പിൽ ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു. Forgive me, Lord, I am coming back. ഇതാ ഞാൻ മടങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് മടങ്ങി വരുന്നു, ദൈവാലോചനയിലേക്ക് മടങ്ങി വരുന്നു. അങ്ങ് സർവശക്തിയുള്ള ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല. Circumstances may tell me it's futile to pray. സാഹചര്യങ്ങൾ എന്നോട് പറയുമായിരിക്കും, വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയരുത്, വ്യർത്ഥമാണ്. പക്ഷെ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവനാണെങ്കിൽ അവൻ പ്രവർത്തിക്കും. അവൻ പ്രവർത്തിക്കും. Yes, I believe that. And with a heart full of gratitude and looking upon his faithfulness, I'm going to say, yes, I will wait upon the Lord till he works for me. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അങ്ങനെയുള്ളവരോട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. He is speaking to you right now. I'm very confident in the spirit. പരിശുദ്ധാത്മാവിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് സംസാരിക്കുക, അവരുടെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. He will not keep silent if you will come back to him. If you will say, yes, I come back to my decisions. I come back to my decisions and I'm going to proclaim the name of the Lord. And what he teaches us, we are to obey. You know, in Psalms 103, it's a very wonderful, very nice psalm which we keep on reading off and on. I think it was in verse 26. Can you just look up that verse? 26? Illa. Then 21. Bless the Lord, all you his host, you ministers of his who do his pleasure. Hallelujah. അതിൻ്റെ മലയാളമാണ് കുറച്ചുകൂടെ ആപ്റ്റ്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തും. അപ്പം ദൈവം നമ്മോട് മറ്റൊരു വാക്യം കൂടെ ഉണ്ട്. ഐ ഡോണ്ട് നോ വിച്ച് വേഴ്സ് ഇറ്റ് ഇസ്. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട്, അതേതാ വേഴ്സ്? വേഗം ഒന്ന് നോക്കാമോ? അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ള ദൂതന്മാർ. ആ സീക്വൻസ് മനസ്സിലായോ? വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ അനുസരിക്കണം, ആദ്യം ഞാനത് ഒബേ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ദൂത് എൻ്റെ വായിലൂടെ പുറത്തു വരുന്നത്. അതിന് പാസ്റ്റർ വേണമെന്നില്ല, അതിന് തിയോളജി പഠിച്ചിരിക്കണമെന്നൊന്നും വേണ്ട.
ഇതൊക്കെ പഠിച്ചാൽ നല്ലതാ. കർത്താവിൻ്റെ ദാസന്മാർ ഏറ്റവും അനുഗ്രഹീതരാണ്, അതെല്ലാം കാര്യമാണ്. പക്ഷേ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് ഫോർ ദ ലോർഡ്, ഇഫ് യു വാണ്ട് ഹിസ് name to be glorified through you, let me tell you very clearly, are you willing to obey all that he has commanded you? എന്നോടും നിങ്ങളോടും ദൈവം കൽപ്പിച്ചത് അനുസരിക്കുവാൻ ഇന്ന് തയ്യാറാണെങ്കിൽ, ഞാൻ ഇന്ന് ഒരു പ്രവചനം വിളിച്ചു പറയുക, ഒരു prophetic word I am giving before this church. You are going to be used and God is going to speak through you. നിങ്ങളിലൂടെ ദൈവം സംസാരിക്കും. He doesn't look at our gender. നമ്മൾ സ്ത്രീയോ പുരുഷനോ എന്ന് കർത്താവ് നോക്കുന്നില്ല. He doesn't look at your age. He looks only at the person who will hear and obey. അനുസരിക്കുമെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിക്കും. ഞാൻ വേഗത്തിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അപ്പം മൂന്നാമത്തെ കാര്യം, he had a habit of waiting and he was taught by the Lord. നാലാമത്, സാമുവേലിൻ്റെ വാക്കുകൾ നിഷ്ഫലമായി പോകാതിരിക്കുവാനുള്ള കാരണം, he was witnessing for God. Chapter 3 verse 18 please. Then Samuel told him everything and hid nothing from him. And he said, "It is the Lord, let him do what seems good to him." Praise the Lord. ദൈവം സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മുഖപക്ഷം നോക്കരുത്. അയ്യോ ഇന്നാരാന്നോ, പാസ്റ്റർ ജി അലക്സാണ്ടർ ആണോ, പുള്ളിയോട് എങ്ങനെയാ ഞാൻ പറയുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. സാമുവലിനോട് ദൈവം പറഞ്ഞു, ഗോ ആൻഡ് സ്പീക്ക് ടു ഏലി, അല്ലേ? ഹി വാസ് ദി ഹൈ പ്രീസ്റ്റ്, അക്കാലത്തെ മഹാപുരോഹിതനാ. പക്ഷെ ദൈവം പറഞ്ഞു, അദ്ദേഹത്തോട് എന്ന് പറ, ടെൽ അബൌട്ട് ഹിസ് ഫാമിലി. ആൻഡ് സാമുവൽ obeyed. He did not hide anything. All that God told him, he spoke in the name of the Lord. തയ്യാറാണോ? We read about Ahab. He went before the king and said, ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ദൈവം നമ്മോട് പറയുന്ന ദൂത് മുഖം നോക്കാതെ, പ്രൈസ് ദി ലോർഡ്, പക്ഷേ പറയുന്നത് സ്നേഹത്തിലായിരിക്കണം കേട്ടോ. യു മസ്റ്റ് സ്പീക്ക് ഔട്ട് ഓഫ് ലവ്, പക്ഷേ സ്പീക്ക് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗാഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പുതിയ നിയമസഭയുടെ ആദ്യത്തെ മാർട്ടിയർ സ്റ്റീഫൻ, ഡിഡ് ഹി ഹാവ് ടു സ്പീക്ക് ദ ഹോൾ തിങ് അറ്റ് വൺ ഗോ? ആ ഒറ്റ പ്രസംഗത്തിൽ അതെല്ലാം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? എല്ലാം കുറേശ്ശെയൊക്കെ പതുക്കെ പതുക്കെ പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷേ the Lord spoke to me once and said, if I command it, speak the whole counsel. ഞാൻ കൽപ്പിച്ചാൽ അതിനെ ഭാഗം ഭാഗമാക്കാൻ നിനക്ക് അധികാരമില്ല. ഞാൻ പറഞ്ഞത് നീ പറഞ്ഞാൽ. Don't worry about the consequences. എന്താ അതിൻ്റെ പ്രത്യാഘാതമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയതാണ്, ആത്മാവിനെയും പ്രാണനെയും സത്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ആമേൻ വിചാരങ്ങളെയും ഭേദാഭേദങ്ങളെയും വിവേചിച്ച് ഹൃദയങ്ങളോട് സംസാരിക്കുന്ന വചനമാണ്. ആ വചനം നമുക്കൊന്ന് പകർന്നു കൊടുക്കാം. അതാണ് നമ്മുടെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. അതിന് ഇന്നാരെന്നില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ചർച്ചിനോട് ദൈവാത്മാവിൽ ഈ ദൂത് കൈമാറിക്കൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ എത്ര പേര് അതിനു വേണ്ടി എക്യുപ്ഡ് ആയിത്തീരും? when God speaks to you, when God chooses you, God equips you. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ PMG സഭയുടെ ഓർഡിനേഷൻ ആയിരുന്നു. ആൻഡ് ഐ സ്പോക്ക് അബൌട്ട് ജെറമായ. യെരമ്യാവിനെ കുറിച്ചാണ് ദൈവാത്മാവിനോട് പറയാൻ പറഞ്ഞത്. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എക്വിപ്പ് ചെയ്യുകയാണ്. വിളിച്ചാൽ മാത്രം പോരാ, തെരഞ്ഞെടുത്താൽ മാത്രം പോരാ. God equips us for the ministry. God equips us for his work.
നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ വേലയ്ക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിപ്പാൻ അവൻ നമുക്ക് സജ്ജീകരിക്കുന്ന ദൈവമാണ്. സജ്ജീകരണങ്ങൾ തന്നുകൊണ്ട് ദൈവാത്മാവിനാൽ ശക്തീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീരണം. You know what I found when I studied about Jeremiah? അദ്ദേഹം ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ ദൈവം പറഞ്ഞു, നീ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇവരാരും കേൾക്കത്തില്ല. എങ്ങനെയുണ്ട്? നമ്മളൊക്കെ നമ്മുടെ കൂട്ടു സഹോദരന്മാരെയൊക്കെ പറഞ്ഞു വിടുന്ന, കുഴപ്പമില്ല, ദൈവം ശക്തീകരിക്കും, പൊക്കോണം, പറഞ്ഞോണം, എല്ലാവരും കേൾക്കും, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിടുന്നത്. പക്ഷെ ദൈവം യെരമ്യാവിനോട് പറഞ്ഞ എന്താ? നീ എന്തൊക്കെ പറഞ്ഞാലും ഇവരെ കേൾക്കത്തില്ല. എന്നാ പിന്നെ ഞാൻ പോണോ കർത്താവേ? നീ പോണം. പറഞ്ഞ മനസ്സിലായോ? നമ്മളെയും അങ്ങനൊരു ചുറ്റുവട്ടത്തിലാണ് ദൈവമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നോബഡി ഹാസ് ടൈം ഫോർ ഗാഡ്, നോബഡി ഹാസ് ടൈം ഫോർ ഗാഡ്സ് വേർഡ്. ഹല്ലേലൂയ. നമ്മൾ കവലയിലൊക്കെ നിന്ന് സുവിശേഷം പറഞ്ഞാൽ ഒരു ഈച്ച പോലും നമ്മൾ പോകുന്നവർ മാത്രം കാണും ഇവിടെ, അല്ലേ? എന്നാൽ ബേക്കറി ജംഗ്ഷനെ പോലെ വളരെ തിരക്കുള്ളൊരു ജംഗ്ഷൻ, ഞങ്ങൾ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം രാവിലെ നല്ല തിരക്കുള്ള സമയത്ത് ഈ നാടോടികളാന്ന് തോന്നുന്നു, കയറ് കെട്ടി ഒരു കുഞ്ഞിനെ കയറിൻ്റെ പുറത്ത് കയറ്റി കമ്പും പിടിച്ചിങ്ങനെ അതിൽ ബാലൻസ് ചെയ്ത് നടക്കുക ഒരു വലിയ കൂട്ടം ആൾക്കാരോടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? They have time for everything else other than the word. വചനം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹത്തിൽ, ഒരു ജനറേഷനിലാണ് നാം ആയിരിക്കുന്നത്. Then what do we do? Do we fall silent? No. നമ്മൾ മൗനമായിരിക്കുകയാണോ? അല്ല. God told Jeremiah, even though they will not heed your word, you are to continue preaching the message that I have given you. ഞാൻ നിനക്ക് തന്ന ഈ വചനം നീ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം. സന്തോഷമുണ്ടോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്തോത്രം. ആരും കേട്ടില്ലെങ്കിലും, ആരും അംഗീകരിച്ചില്ലെങ്കിലും, ആരും വകവച്ചില്ലെങ്കിലും, I will continue to do what God wants me to do. ചെറിയ സാക്ഷ്യത്തിലൂടെ, ചെറിയ വാക്കുകളിലൂടെ, ചെറിയ അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ വചനം കൈമാറുവാൻ നമുക്കൊന്ന് ദൈവവരങ്ങൾ സമർപ്പിക്കാം. ഞാൻ വേഗത്തിൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. So the fourth thing is, he continued to minister before God, and he did not hide anything. Whatever God told him, all that he very faithfully conveyed to others. നമുക്ക് ദൈവം തരുന്ന വചനങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ പറയുമെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അഞ്ചാമതായി, chapter 12 verse 23, Samuel says, if I do not pray, I sin before God. Moreover, as for me, God forbid that I should sin against the Lord in ceasing to pray for you. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത, നേരത്തെ നമ്മൾ കർത്താവിൻ്റെ ദാസൻ വളരെ ആഴമായി നമ്മോട് പറഞ്ഞു പ്രാർത്ഥനയെക്കുറിച്ച്. താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണ് തൻ്റെ വാക്കുകൾ നിഷ്ഫലമായി പോകാഞ്ഞത്? താൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവം അതിനനുസരിച്ച് പ്രവർത്തിച്ചത് എന്താ? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജെയിംസ്, നമ്മുടെ പുതിയ നിയമത്തിലെ എപ്പിസിൽ എഴുതിയ ആ മനുഷ്യൻ ജെയിംസിനെ കുറിച്ച് വേദപണ്ഡിതാക്കൾ പറയുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു യാക്കോബ്. അദ്ദേഹത്തിനൊരു ഇരട്ടപ്പേരും ഉണ്ടായിരുന്നു, ഒട്ടകത്തിൻ്റെ മുട്ടുള്ളവനെന്ന്. ഒട്ടകത്തിൻ്റെ മുട്ടിനൊരു ഹമ്പുണ്ട് അല്ലേ, തഴമ്പുണ്ട്. അതുപോലൊരു തഴമ്പ് ആർക്കുണ്ടായിരുന്നു? യാക്കോബിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ഓൾവേസ് നീലിംഗ് ബിഫോർ ഗാഡ്. എപ്പോഴും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥനയിലിരിക്കുന്നത് കൊണ്ട് അവൻ്റെ കാലിലൊരു തഴമ്പ് വന്നെങ്കിലും അവൻ പ്രാർത്ഥന മതിയാക്കിയില്ല. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ. ഞാനൊരു കാര്യം കടത്തി പറയുകയാണ്, എനിക്ക് കിട്ടിയൊരു വ്യാഖ്യാനം പറയുക, അത് ഉപദേശമല്ല.
പ്രാർത്ഥിക്കുന്നവന് ദൈവം പറഞ്ഞു കൊടുത്തു പ്രായോഗിക ജീവിതം എങ്ങനെ നയിക്കണമെന്ന്. And out of all the epistles in the New Testament, the epistle by James points to practical Christian living. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. കുറച്ച് നാൾ മുമ്പ് ഞാനിത് പഠിച്ചപ്പോഴാണ് എനിക്ക് ഒത്തിരി ബോധം വന്നത്. എൻ്റെ ഒരു പണി ചെയ്ത ഒരാൾക്ക് ഇച്ചിരി പൈസ ബാക്കി കൊടുക്കണമുണ്ടായിരുന്നു. ആ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ദൈവത്തോട് അവൻ്റെ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുക. എടാ ബിജു പാസ്റ്റർ ഇന്ന പണി ചെയ്തിട്ട് എനിക്കത് പൂർണ്ണമായി തീർത്ത് തന്നില്ല. ഞങ്ങളുടെയൊക്കെ തൊഴിലിൽ ഇപ്പോഴല്ല, പണ്ടത്തെ കാര്യം പറയാ, ഒരു 10,000 രൂപയുടെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 8,000-ഓ 9,000-ഓ കൊടുക്കും. അത് കഴിഞ്ഞ് അവസാനത്തെ അല്ലേ, അതാ വർക്കിലുള്ളതാ. പക്ഷേ ഒരു കാര്യത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, അവൻ്റെ ആത്മാവ് നിലവിളിച്ചുകൊണ്ടിരിക്കുക, വിളിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവൻ അതിശയിച്ചു പോയി. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് കാണാൻ വരണം. എന്താ സാറേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ നിനക്ക് തരാനുണ്ട്. അയ്യോ, നമ്മൾ കണക്കെല്ലാം തീർത്തതാണല്ലോ. ഞാൻ പറഞ്ഞല്ല, വകുപ്പനുസരിച്ച് ഒരു ചെറിയ തുകയുടെ ഉണ്ട്. അപ്പം ഈ ബോധം എനിക്ക് വന്നത് ഈ യാക്കോബിൻ്റെ ലേഖനം പഠിച്ചപ്പോഴാണ്. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയത്? പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത ദൂത. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ക്രിസ്തീയ ജീവിതം പാട്ടും ആരാധനയും ബഹളവും മാത്രമല്ല, അത് മൂല്യങ്ങളെ അടിസ്ഥാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന, വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കും. അത് ആർക്കാണ് കിട്ടുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനാണ്. ആസ് വി കണ്ടിന്യൂ ടു പ്രേ, നമ്മൾ പ്രാർത്ഥിക്കുന്നോറും there are areas in our life that we have to set right. നമുക്ക് ക്രമീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയുക കേട്ടോ. സ്തോത്രം. അത് പ്രാർത്ഥിക്കും തോറുമാണ് നമുക്ക് ലഭിക്കുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ശമൂവേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ഇൻ ക്ലോസിങ്, 6-ാമത്തെ ശമൂവേലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. Now here is the king walking before you, and I am old and grey-headed, and look, my sons are with you. I have walked before you from my childhood to this day. Here I am, witness against me before the Lord and before his anointed. Whose ox have I taken, or his donkey have I taken, or whom have I cheated? Whom have I oppressed, or from whose hand have I received any bribe with which to blind my eyes? ശമൂവേലിൻ്റെ 6-ാമത്തെ പ്രത്യേകത, അവന് നല്ലൊരു സാക്ഷ്യമുണ്ടായിരുന്നു. വളരെ ധൈര്യത്തോടെ ചോദിക്കുക, നിങ്ങളെ എന്തെങ്കിലും ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും അന്യായമായി ഞാൻ എടുത്തിട്ടുണ്ടോ? പറ. നമുക്കറിയാം, പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് as they were going to the temple, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയിലിരുന്ന ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുക. അവർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? ലുക്ക് അറ്റ് us, ഞങ്ങളെ നോക്ക്. ഇന്ന് ഞങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ നോക്കണ്ട അല്ലേ? സ്തോത്രം. ഇന്ന് അതിനുള്ള പ്രാഗൽഭ്യം പലപ്പോഴും നിങ്ങളാരെക്കുറിച്ചല്ല പറഞ്ഞത്, എന്നെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അവരിലൂടെ അത്ഭുതം നടന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നടന്നു, നടന്നില്ല, ഉറപ്പില്ല. പക്ഷെ അവർ പ്രാർത്ഥിച്ചപ്പോൾ മുടന്തൻ ചാടി എഴുന്നേറ്റ്. എന്താ കാര്യം? they had the confidence to say with all courage, look at us. നല്ല ധൈര്യത്തോടെ അവർക്ക് പറയുവാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്നു, ഞങ്ങളെ നോക്ക്. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം വലുതാണ്. അത് നഷ്ടപ്പെടരുത്. ചെറിയൊരു കാര്യം മതി നഷ്ടപ്പെടാൻ. പക്ഷേ ഒരു സാക്ഷ്യം, ഒരു പേരുണ്ടാക്കുക എന്ന് പറയുന്നത് ഒത്തിരി അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. 10 നല്ല കാര്യം ചെയ്തു ഒരു കാര്യത്തിൽ നമുക്ക് പോരായ്മ സംഭവിച്ചാൽ അത്രയും നാൾ നാം സമ്പാദിച്ച സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകും. അത് വരരുത്. ഇവിടെയുള്ള ദൈവമക്കൾ ആമേൻ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്നവരാണെന്ന് എനിക്കറിയാം.
ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. നല്ല സാക്ഷ്യത്തോടെ ധൈര്യത്തോടെ പറയുവാൻ, ഞങ്ങളെ നോക്ക്, ഞങ്ങൾ കഴിവതും ദൈവത്തിൻ്റെ നാമത്തിൽ വിശുദ്ധിയോടെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ആൻഡ് ഫൈനലി ലെറ്റ്സ് കം ബാക്ക് ടു അവർ ടെക്സ്റ്റ്. 3-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിച്ചത്. 20-ഉം 21-ഉം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ചിന്തയെ അവസാനിപ്പിക്കാം. And all Israel from Dan to Beersheba knew that Samuel had been established as a prophet of the Lord. Then the Lord appeared again in Shiloh, for the Lord revealed himself to Samuel in Shiloh by the word of the Lord. Praise the Lord. God acknowledged Samuel and God revealed himself to Samuel. ദൈവം സാക്ഷ്യപ്പെടുത്തി. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നവൻ, ദൈവത്തിന് വേണ്ടി സാക്ഷ്യം ദൈവം കൊടുത്തത് മുഖം നോക്കാതെ ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞവൻ, പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് സമയം നോക്കാതെ, നേരം നോക്കാതെ ദൈവത്തോട് പ്രാർത്ഥനയിൽ ചേർന്നിരുന്നത് കൊണ്ട്, നല്ല ജീവിത വിശുദ്ധി സൂക്ഷിച്ചതുകൊണ്ട് ദൈവം അവനെ അംഗീകരിക്കുവാനിടയായി. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മയൊക്കെ ദൈവം അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ദാസി എന്ന് നമ്മെക്കുറിച്ച് ദൈവം പറയുവാനിടയായി തീരണം. പ്രൈസ് ദ ലോർഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു പദമുണ്ട്. ദൈവം അവരുടെ ദൈവമെന്ന് സാക്ഷിച്ചു. നമ്മൾ സാധാരണ പറയാറുണ്ട് എൻ്റെ ദൈവം, അല്ലേ, ഞാൻ സേവിക്കുന്ന ദൈവം, നല്ല കാര്യം. പക്ഷെ ദൈവം പറയുകയാണെന്നിരിക്കട്ടെ, GJ അലക്സാണ്ടറുടെ ദൈവമാണ് ഞാൻ, റംസി ബ്രദറിൻ്റെ ദൈവമാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ഇന്നാരുടെ ദൈവമെന്ന് ദൈവം പ്രഖ്യാപിച്ചാൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ, അതാണ് അവിടെ ദൈവം ചെയ്തത്. വിശ്വാസവീരന്മാരായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് God acknowledged them as his people and says, I am their God. ഞാൻ അവരുടെ ദൈവമാണ്. Would you like that? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ പേര് ചേർത്ത് ദൈവം പറയണം, ഞാൻ ഇന്നാരുടെ ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ദൈവനാമം നമ്മിലൂടെ ഒന്ന് മഹത്വപ്പെടുവാൻ ഇന്ന് പകൽ എത്ര പേരെ ഏൽപ്പിച്ചു കൊടുക്കും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവേ അങ്ങ് എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ അതിനു വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, ശബ്ദമെടുത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യെസ് കർത്താവേ, ആ തീരുമാനം എൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നൊന്ന് ഉയർന്നു വരുമ്പോൾ, കർത്താവിൻ്റെ നാമം എന്നിലൂടെ ഒന്ന് മഹത്വപ്പെടണം, കർത്താവ് എന്നിലൂടെ ഒന്ന് സംസാരിക്കണം, അവൻ പുകഴ്ചയും ബഹുമാനവും എന്നിൽ ഉണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇവിടെ വ്യാപരിക്കുകയാണ്. ദൈവാത്മാവ് ശക്തിയോടെ ചിലരുടെ ഉള്ളങ്ങളിൽ വ്യാപരിക്കുന്നു. ആ പ്രതികൂലം മാറിപ്പോകട്ടെ, ആ ഭയം മാറിപ്പോകട്ടെ, ആ രോഗത്തിന്റെ കെട്ട് അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റിഗ രാ ബാ 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 രൂഡ രാ ബാ ബാ ആത്മാനാദൽ പ്രബദല ദുഡബല വരബൽ റിഗദല വരബ സൈദബനാദൽ. Glory to God. ദൈവസ്നേഹത്തിൽ നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട്, നേരത്തെ നമ്മൾ പാടിയതുപോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കർത്താവിനെ സ്നേഹിക്കണം. എന്താ കാര്യം എന്നറിയാമോ? ബിക്കോസ് ഹീ ലവ്ഡ് us even before we loved him. നാം അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് യേശു എന്നെ സ്നേഹിച്ചു, യേശു നമ്മെ സ്നേഹിച്ചു.
യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ സ്നേഹിച്ചെങ്കിൽ അവൻ്റെ ആ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവേ അങ്ങേ സ്നേഹിപ്പാൻ ഇന്ന് സമർപ്പിക്കുന്നു. എൻ്റെ വിഷയങ്ങളെ അവിടുന്ന് അറിയുന്നു. വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ, വഴി അടഞ്ഞിരിക്കുമ്പോൾ, ഒരു പടി പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ഇനി എന്ത് എന്നുള്ള വിഷയം മുൻപിൽ ആമേൻ തെളിഞ്ഞു നിൽക്കുമ്പോൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഹി വിൽ മേക്ക് എ വേ ഫോർ മീ. ഗോഡ് വിൽ മേക്ക് എ വേ. അവൻ ആമേൻ ഒരു വഴി തുറക്കും. വേർ ദർ ഈസ് നോ വേ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ഗോഡ് വിൽ മേക്ക് എ വേ where there is no way. എത്ര പേർക്ക് ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് പറയുവാൻ കഴിയും, ദൈവാത്മാവ് വളരെ ആഴമായി എന്നോട് ഇടപെടുന്നത് കൊണ്ടാണ്, ശക്തമായി സമ്മർദ്ദം നൽകുന്നത് കൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. ആമേൻ ആമേൻ. ചില സ്തംഭനങ്ങളെ മാറ്റിക്കൊണ്ട്, ചില തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട്, ചില ഓബ്സ്റ്റക്കിൾസിനെ മാറ്റിക്കൊണ്ട്, where there is no way, God is opening a way for you, brother. God is opening a way for you, sister. സഹോദര, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നു. സഹോദരി, നിനക്ക് വേണ്ടി വഴി തുറക്കുന്നു. വിശ്വസിക്കൂ. സ്തോത്രം പറഞ്ഞ് വിശ്വാസ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ as you decide to walk for God, as you decide to work for God, God is starting His activity for you, answering your prayer. നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവം കൈനീട്ടുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി അവന് നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. നീ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ സമർപ്പിക്കുമ്പോൾ, നീ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തരായി തീരട്ടെ. സ്തോത്രം സ്തോത്രം. മുഴങ്കാൽമേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ല. സ്തോത്രം സ്തോത്രം. എങ്ങനെയായാലും ദൈവസനിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്ന ആലോചന അത് നിനക്ക് മാത്രമല്ല സഹോദര, നിനക്ക് മാത്രമല്ല സഹോദരി. ആമേൻ. ദൈവ സഭയ്ക്ക് അത് അനുഗ്രഹമായി തീരത്തക്കവണ്ണം, നിന്റെ അടുക്കൽ വരുന്നവർക്ക് അത് അനുഗ്രഹമായി തീരത്തക്കവണ്ണം നിന്റെ വാക്കുകൾ, ആമേൻ, നീ പറയുന്ന ആമേൻ വാക്കുകൾ, ആമേൻ, നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ഇവിടെയുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മൾ പറയുന്നവരുടെ ജീവിതത്തിലും ദൈവം നിവർത്തിക്കാൻ പോകുകയാണ്. ആ ദൈവവരങ്ങൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇന്ന് ഈ തീരുമാനം, ഈ വ്യക്തമായി ദൈവത്തിൻ്റെ ശബ്ദത്തിനും എന്നെ സമർപ്പിക്കുന്നു. യെസ്, ഐ വോണ്ട് ടു സ്പീക്ക് ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ നാമത്തിലൂടെ മഹത്വപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ സബ്മിറ്റ് മൈ സെൽഫ് ഫോർ ദാറ്റ്. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു. കരമൊന്ന് ഉയർത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചില തടസ്സങ്ങൾ മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ആമേൻ. ചില വഴികൾ തുറക്കപ്പെടുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ ദർശിക്കുകയാണ്. വിശ്വാസത്തോടൊന്ന് സ്തോത്രം ചെയ്യാമോ? കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശമന ഹത്തുരിബികതൽ പ്രമന വൗഡിബികം ശസ്യാര. കർത്താവേ, നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനത്തിന് മുൻപിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചതിന് സ്തോത്രം. ഈ ദൈവശബ്ദം ചില ഹൃദയങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇന്ന് ശക്തിയോടെ സ്വർഗം പകർന്നതിനായി സ്തോത്രം. കർത്താവിന് വേണ്ടി സംസാരിപ്പാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ നിന്റെ കുഞ്ഞുങ്ങൾ കൊടുത്ത താല്പര്യത്തിനായി സ്തോത്രം. ഇന്ന് പകൽ അതിനായി ആവശ്യമുള്ള പുതിയ അഭിഷേകം നിന്റെ ജനത്തിന് മേൽ ഞാൻ കൽപ്പിക്കുന്നു. കരം വെച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിലൂടെ മഹത്വപ്പെടണം. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വി ബ്രേക്ക് ബോണ്ടേജസ്. ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. രോഗക്കെട്ടുകളെ അഴിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. സൗഖ്യവും വിടുതലും ആശ്വാസവും കൽപ്പിക്കുന്നു. ഇന്ന് കർത്താവെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവകൃപയോടെ മടങ്ങുവാനിടയാക്കും. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ